ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൊളേഷ്യമാണ്. മൊളേഷ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പലതരത്തിലാണ് മൊളേഷ്യം ഉണ്ടാക്കുന്നത്. ഞാൻ കണ്ണൂർ സ്റ്റൈലിലാണ് മൊളേഷ്യം ഉണ്ടാക്കുന്നത്. ഇതിലേക്കായി കട്ടോരി ചെറുപരിപ്പ് വറുത്തത്, 2 കഷ്ണം ചേന, 1 നേന്ത്രക്കായ, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അരക്കട്ടോരി തേങ്ങ ചിരകിയത്. ഇനി കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. 4 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചേനയുടെ കഷ്ണങ്ങൾ തന്നെ ധാരാളമുണ്ട്, അതുകൊണ്ട് ഞാൻ നേന്ത്രക്കായയുടെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. കഴുകി വെച്ച ചെറുപരിപ്പിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ കഷ്ണങ്ങളും വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്കിടാം. കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇടാവുന്നതാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് കുറച്ചും കൂടി ഇടാം. വിസിൽ വരുമ്പോൾ കുരുമുളക് പൊടി ചീറ്റി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു 3 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പരിപ്പും കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരവ് ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൊളേഷ്യത്തിൻ്റെ വറവ് റെഡിയാക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക്, 1 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. മൊളേഷ്യം റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് മൊളേഷ്യം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു.